സത്യമേവ ജയതേ അല്ലേ? സത്യം മാത്രമേ പറയാവൂ, അസത്യം ഒരിക്കലും പറയരുത്. എന്നാൽ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയരുത്. പലപ്പോഴും ചില സത്യങ്ങൾ നമ്മൾ കണ്ടതും കേട്ടതും നമ്മളതങ്ങ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലർക്കെല്ലാം അത് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അതുപോലെ നമ്മൾക്ക് അറിയേണ്ടതായ ഒരു സത്യമാണ് ഇവിടെ പറയുന്നത്. കുറേ കാലമായിട്ട് നമ്മളുടെ പുരാണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ചോദ്യം വരുന്നുണ്ട്. ത്രേതായുഗത്തിൽ പരശുരാമൻ മഴുവെറിഞ്ഞല്ലേ കേരളമുണ്ടായത്? വാസ്തവത്തിൽ ദശാവതാരങ്ങളിൽ 5-ാമത്തെ അവതാരം വാമനും 6-ാമത്തെ അവതാരം പരശുരാമനുമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കെ 6-ാമത്തെ അവതാരകാലത്ത് കേരളം ഉണ്ടാക്കിയിട്ട് 5-ാമത്തെ അവതാരത്തിലെ മഹാബലി എങ്ങനെ കേരളം ഭരിച്ചു? ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ് പല സമയങ്ങളിലും. അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഇത് മുനീശ്വരന്മാരോ അല്ലെങ്കിൽ നമ്മുടെ പൗരാണികരോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ആളുകളോ നിങ്ങളോട് പറയാതിരുന്നതിൽ കാരണമുണ്ടായിരിക്കും. ആ കാരണങ്ങളൊന്നാണ്, സത്യം മാത്രമേ പറയാവൂ, അസത്യം പറയരുത്. എന്നാൽ എല്ലാ സത്യങ്ങളും കണ്ട സത്യങ്ങളെല്ലാം വിളിച്ചു പറയരുത്. അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ എന്തെങ്കിലും പ്രയാസങ്ങൾ മറ്റുള്ളവർക്കുണ്ടായെങ്കിലോ എന്ന് കരുതിയാണ് നമ്മുടെ പൗരാണികരും പഴയ ആളുകളും മഹാബലിയുടെ കഥ എങ്ങനെയാണോ കേരളത്തിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്, നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുള്ള മാവേലി നാടുവാണിയുടെ കാലം ചെറിയ കുട്ടിക്കാലം മുതൽക്കേ നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുള്ളത്, അതിന് വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തണ്ടെന്ന് വിചാരിച്ച് ശരിയായ സത്യത്തെ ഒന്ന് ഒളിപ്പിച്ച് നിർത്തിയുണ്ട്. എന്താണ് ആ സത്യം? അതാണ് നമ്മൾക്കറിയേണ്ടത്. നമ്മുടെ ഓണത്തിൻ്റെ നമ്മുടെ ദേശീയോത്സവമാണ്, കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമാണ്. അതാണ് ഏറ്റവും വലിയ പ്രധാനം. അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓണത്തിൻ്റെ ദേശീയോത്സവമായിട്ടുള്ള ഓണത്തിൻ്റെ യഥാർത്ഥ കഥ എന്താണ്? മഹാബലിയെ വാമനൻ അനുഗ്രഹിച്ചയച്ചത് ശരിക്ക് നമ്മൾ പറയുന്നത് ചവിട്ടി താഴ്ത്തുകയെന്നൊക്കെയാണ് പറയുന്നത്. വാസ്തവത്തിൽ പുരാണങ്ങളിൽ ചവിട്ടി താഴ്ത്തുന്നില്ല. അതെല്ലാം പിൽക്കാലത്ത് വന്ന കഥകളിൽ വന്ന് കഥകളെ കൊണ്ടാണ്. മഹാബലിയെ വാസ്തവത്തിൽ വാമനൻ അനുഗ്രഹിക്കുകയാണ്. പാദസ്പർശം ഹൈന്ദവ ആചാരത്തിലുള്ളതാണ്. ഈ പാദസ്പർശിക്കുക, പാദസ്പർശി എന്ന മഹത്വമായി കണക്കാക്കുക. വലിയ വലിയ ആൾക്കാരെല്ലാം പാദസ്പർശമായിട്ട് പുണ്യമായി കണക്കാക്കുക. പാദസ്പർശം ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനെ പുണ്യമായി കണക്കാക്കുക. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ മഹാബലി സാക്ഷാൽ വാമനമൂർത്തിയുടെ പാദസ്പർശനത്തിന് ആഗ്രഹിച്ചതുകൊണ്ട് അദ്ദേഹത്തെ വാമനൻ സാക്ഷാൽ മഹാവിഷ്ണു അനുഗ്രഹിച്ച് സ്വർഗത്തോളം അത്രയും മഹത്വമായ ലോകത്തേക്ക്, സുതലം എന്ന് പറഞ്ഞ ലോകത്തേക്ക് അനുഗ്രഹിച്ച് അയക്കുക ചെയ്യുന്നത്. മാത്രമല്ല മഹാബലി നല്ലൊരു രാജാവായതുകൊണ്ടും പ്രജാതൽപരനായതുകൊണ്ടും ഭരണപ്രാവീണ്യമുള്ളതുകൊണ്ടും അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രനായി അവരോധിക്കാമെന്നും ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ദേവേന്ദ്ര പദവിയാണ് മഹാബലിക്ക് കിട്ടാൻ പോകുന്നത്. അതാണ് ശരിക്കും മഹാബലിയുടെ ചരിത്രം വരുന്നത്. ഇല്ലാതെ ചവിട്ടിത്താഴ്ത്തി ഒന്നെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം പിന്നീട് വന്ന കഥകളാണ്. ആൾക്കാർക്ക് കഥകൾ കേൾക്കാൻ വലിയ രസമാണല്ലോ. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടായി. അപ്പോൾ ഈ പൗരാണിക ആൾക്കാരെല്ലാം കുറേ ആൾക്കാരെല്ലാം അങ്ങനെ പറഞ്ഞ് അത് അങ്ങനെയായി വന്നു. അതാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മാറുന്നതാണ്. അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏതായാലും ആ ചരിത്രത്തിലേക്ക് വരാം. എന്താണെന്നുള്ളത്, ഹിരണ്യകശിപു എന്ന അസുരൻ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭക്തിവിഹീനതയിൽ അതൃപ്തരായി ജനങ്ങളെല്ലാം വല്ലാതെ വിഷമിക്കുന്ന സമയത്താണ് പ്രഹ്ലാദൻ്റെ ജന്മം വരുന്നത്. അവരുടെ രാജധാനിയുടെ പേരാണ് അഹോബിലം. അഹോബിലം എന്ന സ്ഥലത്ത് ആന്ധ്രാപ്രദേശിലെ തെക്കാൻ പീഠഭൂമിയുടെ ഭാഗത്തായിട്ട് ആന്ധ്രാപ്രദേശത്താണ് ഈ അഹോബിലം എന്ന് പറയുന്ന സ്ഥലമുള്ളത്. ഇത് കർണൂൽ എന്ന ജില്ലയ്ക്ക് അടുത്താണ് ഈ സ്ഥലം. ഇപ്പോഴും ആ സ്ഥലമുണ്ട്. അവിടെ എപ്പോഴും ടൂറിസ്റ്റുകളെല്ലാം പോകുന്നുണ്ട്. ആ ഭാഗങ്ങളെല്ലാം കാണുന്നുണ്ട്. അവിടെ അതായത് ചെന്നൈയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ പടിഞ്ഞാറ് വടക്ക് മാറിയിട്ടാണ് ഈ അഹോബിലം എന്ന സ്ഥലമുള്ളത്. അങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു പ്രഹ്ലാദൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും രാജധാനി. അതിനുശേഷം ഹിരണ്യകശിപുവിൻ്റെ മകനായിട്ടുള്ള വിരോചനും ഭരിച്ചത് അഹോബിലം എന്ന സ്ഥലത്ത് വെച്ചാണ്. അങ്ങനെ ഇരിക്കെ വിരോചൻ്റെ പുത്രനായ മഹാബലി
അദ്ദേഹത്തിൻ്റെയും രാജധാനി അതായിരിക്കണം ആന്ധ്രാപ്രദേശിൽ, അല്ലേ? ആന്ധ്രാപ്രദേശിലെ രാജധാനിയാണ് അവരുടെ എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഈ ആന്ധ്രാപ്രദേശിലുള്ള മഹാബലിയും വാമനും കേരളത്തിൽ എങ്ങനെ എത്തി? അതാണ് കഥയുടെ ട്വിസ്റ്റ്. കാർത്തിവീരാർജുനെ നിഗ്രഹിച്ചതിന് ശേഷം ക്ഷത്രിയരെ മുഴുവൻ, ദുഷ്ടന്മാരായ ക്ഷത്രിയരെ മുഴുവൻ നശിപ്പിച്ച ശേഷം പരശുരാമൻ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുകയാണ്. പരശുരാമൻ വാസ്തവത്തിൽ ബ്രാഹ്മണനാണ്. അപ്പോൾ ഈ ബ്രാഹ്മണർക്ക് യുദ്ധം ചെയ്യാൻ പാടില്ല, നല്ല കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരശുരാമന് മനസ്സിൽ തന്നെത്താൻ പശ്ചാത്താപമുണ്ടാവുകയാണ്. ഈ പശ്ചാത്താപത്തിന് എന്താണ് പോംവഴി എന്ന് ചോദിച്ച സമയത്ത്, എന്ന് മനസ്സിലാക്കിയ സമയത്ത്, ബ്രാഹ്മണർക്കുള്ള ഭൂദാനമാണ് പാപനാശനത്തിന് ഏറ്റവും നല്ലതെന്ന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം ശിവൻ്റെ ശിഷ്യനായിരിക്കുന്ന സമയത്ത് ശിവനാൽ സമ്മാനിക്കപ്പെട്ട ആ പരശു എന്ന ആയുധം ഗോകർണത്ത് നിന്നും കടലിലേക്ക് ഇടുകയാണ്, അറബിക്കടലിലേക്ക്. ഏത് ഭാഗത്താണോ ആ മഴു ചെന്ന് വീഴുന്നത് അത്രയും ഭാഗം കരയാക്കി തരണമെന്ന് സമുദ്രദേവനോട് അപേക്ഷിക്കുകയാണ് പരശുരാമൻ. അങ്ങനെ അത്രയും ഭാഗത്ത് ഒരു കരയുണ്ടാവുകയും അത് കേരളമായി തീരുകയും അതിന് ഭാർഗവക്ഷേത്രം എന്ന പേര് കിട്ടുകയും ചെയ്തു. അതാണ് നമ്മൾ കേട്ടിട്ടുള്ള കഥ, അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. അപ്പോൾ കൃതയുഗത്തിൽ ജീവിച്ചിരുന്ന, അഥവാ ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിൽ ജീവിച്ചിരുന്ന ഹിരണ്യകശിപുവും പ്രഹ്ലാദനും വിരോചനും മഹാബലിയും എങ്ങനെയാണ് ത്രേതായുഗത്തിൽ പരശുരാമൻ സൃഷ്ടിച്ച ഈ കേരളത്തെ ഭരിച്ചത്? സത്യത്തിൽ അങ്ങനെയല്ല, കേരളത്തെ ഭരിച്ചിട്ടില്ല. മഹാബലി എന്ന് പറയുന്ന ആ ചക്രവർത്തി ജംബൂദ്വീപം, അതായത് അന്നത്തെ ദ്വീപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ലോകം, ആ ഭാഗങ്ങളിലെ ലോകം, ജനങ്ങൾ അധിവസിക്കുന്ന ആ ലോകത്തിൻ്റെ അധിപനായിരുന്നു. ഈ ജംബൂദ്വീപിൻ്റെ പ്രധാന രാജാവ് ചക്രവർത്തിയായിരുന്നു മഹാബലി. അപ്പോൾ ഈ മഹാബലി ആന്ധ്രയിലത്തെ ആയതുകൊണ്ട്, ആന്ധ്രാപ്രദേശുകാരനാണ് വാസ്തവത്തിൽ, ആന്ധ്രയിലാണ് രാജധാനി ഉള്ളത്. അപ്പോൾ ഈ പരശുരാമൻ കേരളത്തെ ഉണ്ടാക്കിയതിന് ശേഷം, ഇപ്പോൾ കേരളം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, കേരളം ഉണ്ടായ സമയത്ത് ഭൂമിയുണ്ടായി, സ്ഥലമുണ്ടായി, അവിടെ ആളുകൾ വേണം അവിടെ താമസിക്കാൻ, ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കണം. എവിടെയാണെന്ന് ബ്രാഹ്മണരെ കിട്ടും? അന്നത്തെ കാലത്ത് മഹാബലി ഭരിച്ചിരുന്ന ആ ഭാഗത്തായിരുന്നു ഏറ്റവും കൂടുതൽ ബ്രാഹ്മണരുണ്ടായിരുന്നത്. അഹോബിലം എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലും കർണൂൽ ആ ഭാഗങ്ങളിലും ആന്ധ്രാപ്രദേശിൻ്റെ കുറച്ച് ഭാഗങ്ങളായിരുന്നു ബ്രാഹ്മണരുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ആയിരക്കണക്കിന് ബ്രാഹ്മണരെ പരശുരാമൻ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. വാസ്തവത്തിൽ നമ്മുടെ ഇവിടെയുള്ള ബ്രാഹ്മണരുടെ എല്ലാം കുറേ യുഗങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാം പൂർവ്വസ്ഥാനം ആന്ധ്രാപ്രദേശിലാണെന്ന് തെളിയിക്കപ്പെടും. അങ്ങനെ ബ്രാഹ്മണർക്കായിട്ട് ഈ ഭൂമിയെല്ലാം ദാനം ചെയ്തു. കേരളത്തിൻ്റെ മുഴുവൻ ഭൂമിയും ബ്രാഹ്മണർക്കായി ദാനം ചെയ്തു. അതിന്നും നമ്മൾക്ക് ക്ലിയറായി കാണാവുന്നതാണ്. പലരുടെയും ആധാരങ്ങളും അടിയാധാരങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജന്മി ഒരു ബ്രാഹ്മണനായിരിക്കും. അത് നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ് ആ കാര്യം. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ ആയിരക്കണക്കിന് ബ്രാഹ്മണരെ കേരളത്തിൽ കൂടെ താമസിപ്പിക്കുകയും അവർക്ക് ആവശ്യത്തിനുള്ള പരിചാരകരെ, കച്ചവടക്കാരെ, ജോലി ചെയ്യുന്ന ആൾക്കാരെ, കൃഷിപ്പണി ചെയ്യുന്ന ആൾക്കാരെ, ഇവരെയെല്ലാം നമ്മളുടെ അന്യസംസ്ഥാനമായ തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വരുത്തുകയും ചെയ്തു. അങ്ങനെ മറുനാട്ടിൽ നിന്ന ആളുകളെ കൊണ്ടാണ് ഈ കേരളം ഉണ്ടായത്. അപ്പോൾ ഇവിടെ ബ്രാഹ്മണരെ കൊണ്ടുവന്ന സമയത്ത് ഈ ബ്രാഹ്മണർ അവർ വരുന്ന സമയത്ത് അവരുടെ ആചാരവും സംസ്കാരവും കൂടിയാണ് കേരളത്തിലെത്തിയത്. അവരിലേക്കുണ്ടായ അവരുടെ സംസ്കാരവും. അപ്പോൾ അവരുടെ സ്ഥലത്ത് ഉണ്ടായിരുന്ന മഹാബലി എന്ന രാജാവ് അവർക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അവർ ഉണ്ടാക്കിയ കഥയാണ്, അവരുണ്ടാക്കി പറഞ്ഞു, വരും തലമുറകളായിട്ടും അവർ പറഞ്ഞു കൊടുത്ത കഥയാണ് ഈ ഓണായിട്ട് വന്നത്, തിരുവോണായിട്ട് വന്നത്. മഹാബലി വാമനൻ്റെ അവതാരമാണ് ശരിക്കും ഓണം. വാമനൻ എന്നാണോ അവതരിച്ച് അന്നാണ് തിരുവോണമുള്ളത്. അപ്പോൾ വാമനൻ്റെ അവതാരത്തെ പറ്റിയിട്ടും അതുപോലെ മഹാബലിയുടെ സുതലത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചും അവരാണ് ശരിക്കും നമ്മൾക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അത് കാലക്രമേണ ഈ മനസ്സിലാക്കി തന്നിട്ടുള്ള ആ കാര്യങ്ങൾ കാലക്രമേണ അത് ഇവിടെ ജനിച്ചു വന്ന തലമുറകൾ അവരുടേതായിട്ടെടുത്തു. അങ്ങനെയാണ് ഈ ഓണം കേരളത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ആഘോഷമായത്. അപ്പോൾ ഒരു ചോദ്യം, ആന്ധ്രയിൽ ഓണമില്ലല്ലോ, ആന്ധ്രയിലല്ലേ മഹാബലി സിംഹാസനമുള്ളതും രാജധാനിയുള്ളതൊക്കെ പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആന്ധ്രക്കാർ ഓണം ആഘോഷിക്കുന്നില്ല?
ആന്ധ്രയിൽ ഭരിച്ച ആളാണെങ്കിൽ, കർണൂൽ ഭാഗത്ത് ഭരിച്ച ആളാണെങ്കിൽ, അഹോബിലം എന്ന സ്ഥലത്താണ് രാജധാനിയെങ്കിൽ അവിടെയുള്ളവർ എന്തുകൊണ്ടത് ആഘോഷിക്കുന്നില്ല? അതിന് പറയുന്നത് മഹാബലിക്ക് ശേഷം വന്ന ചക്രവർത്തിമാർ, രാജാക്കന്മാർ, അവർ കുറച്ച് തലമുറകൾ മാറിയപ്പോൾ അവർ കുറച്ച് അസൂയൊക്കെ ഉണ്ടായിരുന്നു. അതായത് പ്രസ്തുത രാജാവ്, ഇപ്പോഴത്തെ രാജാവ് ഭരിക്കുന്ന സമയത്ത് ആൾക്കാരെല്ലാം പറയാൻ തുടങ്ങി, മഹാബലി രാജാവുണ്ടായിരുന്നു, അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ആർക്കും പ്രയാസങ്ങളുണ്ടായിരുന്നില്ല, വേണ്ടുവോളം ധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ രാജാവ് ഭരിക്കുന്ന സമയത്ത് എന്താണ് എങ്ങനെയൊക്കെ ആയതെന്നുള്ള ആ പ്രാരാബ്ധങ്ങളുമെല്ലാം ജനങ്ങൾ കുറേശ്ശെ പറയാൻ തുടങ്ങി. അന്ന് ആ കാലത്ത് ആ രാജാവിന് ദേഷ്യം വന്ന് ഇനി ആരും മഹാബലിയെപ്പറ്റി ഈ രാജ്യത്ത് സംസാരിക്കരുതെന്നും എല്ലാ ആചാരങ്ങളാണ് അന്ന് നിങ്ങൾക്കുണ്ടായിരുന്നത്, അതൊന്നും ഇവിടെ ആചരിക്കരുതെന്നും അവിടുത്തെ രാജാവ് പ്രജകൾക്ക് ഓർഡർ ചെയ്തു, പ്രജകളോട് കൽപ്പിച്ചു. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങളാവും. അങ്ങനെയാണ് ആന്ധ്രയിൽ നിന്ന് ഈ ആചാരം മാറിയതും കേരളത്തിൽ ഈ ആചാരം എത്തിയതും. അപ്പോൾ മഹാബലിയുടെ ഓണം, മഹാബലിയും അതിനോടനുബന്ധപ്പെട്ട ഓണം, ഇത് എങ്ങനെയാണ് കേരളക്കരയിൽ എത്തിയത് എന്നും, ഇനിയിപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് മഹാബലിക്ക് ശേഷമല്ലേ പരശുരാമനുണ്ടായത്, പരശുരാമൻ മഴുവെറിഞ്ഞല്ലേ കേരളമുണ്ടായത്, അപ്പോൾ എങ്ങനെ ഈ മുമ്പുണ്ടായിരുന്ന ആ ഓണം കേരളത്തിലെത്തിയെന്ന് ചോദിച്ചാൽ അതിന് നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ളൊരു ഇതായി കഴിഞ്ഞിട്ടുണ്ട്, ഉത്തരം പറയാനുള്ളൊരു സബ്ജക്റ്റായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ കഥ. ഇത് ഇങ്ങനെയാണ് ശരിക്കും ഓണം കേരളത്തിൽ ഉണ്ടായത്. നമ്മുടെ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ ദശാവതാരത്തെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരാനേ വഴിയുള്ളൂ. മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും.